ഇപ്പോൾ അടുത്ത തലമുറ എന്ന് പറയുന്നത് കേരളം ഒരു വൃദ്ധസദനമായി മാറിക്കൊണ്ടിരിക്കുക. ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഓണം എന്നൊരു കൺസെപ്റ്റൊക്കെ പോയി. എന്ത് ഓണം? എന്താണ് യഥാർത്ഥ ഓണം? കൊയ്ത്തുത്സവമാണ് ഓണം. അതെ. സരസ്വതി ദേവി ഇവിടുത്തെ ഇന്ത്യയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെയിന്റർ, ഒരു ചിത്രകാരൻ, അദ്ദേഹം സരസ്വതി ദേവിയെ മോശമായി കാണിച്ചില്ലേ? ഹൈന്ദവീത എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇവിടെ വേറെ ഏത് സംസ്കാരമാണ് നിലനിൽക്കുന്നതെന്ന്? ലോകത്തിലെ ബാക്കി എല്ലാ സംസ്കാരങ്ങളും നശിച്ചു പോയില്ലേ? എല്ലാ റോമൻ സാമ്രാജ്യം മുതൽ എത്ര എണ്ണം ഉണ്ട്, എല്ലാം നശിച്ചില്ലേ? എന്തുകൊണ്ടൊന്നും ഭാരതീയ സംസ്കാരം നിലനിൽക്കുന്നു? നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് മലയാളം കണ്ട ഏറ്റവും നല്ല സംവിധായകരിൽ ഒരാളായിട്ടുള്ള, അതായത് വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ, വൈവിധ്യാത്മകമായ ഒരുപാട് സിനിമകൾ മലയാളത്തിന് സംഭാവന നൽകിയ വിജി തമ്പി സാറാണ്. സ്വാഗതം സാർ. നമസ്തേ. മലയാളത്തിൽ ഒട്ടുമിക്ക എല്ലാ ജോണറുകളിലും സിനിമ ചെയ്ത അപൂർവം സംവിധായകരിൽ ഒരാളാണ്. എങ്ങനെയാണിത്? ആദ്യകാലത്ത് കോമഡിയും സസ്പെൻസ് ത്രില്ലറും, അതിനുശേഷം പിന്നീട് കോമഡി ട്രാക്ക് വർക്ക് ചെയ്യുന്നു, പിന്നെ വളരെയധികം വലിയ സെൻറ്റിമെൻറ്റ്സ് ട്രാക്കുകളിലേക്ക്, ആക്ഷൻ ചിത്രങ്ങളിലേക്ക്, ഇത്രയധികം ജോണറിലേക്ക് പ്രവേശിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നില്ല? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. എന്നും വ്യത്യസ്തമായ സിനിമ ചെയ്യാനായിരുന്നു എനിക്ക് താല്പര്യം. പിന്നെ ഒരു പ്രത്യേക ജോണറിൽ തിളയ്ക്കപ്പെടരുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്നത്, ഞാൻ സിനിമ പഠിച്ചത് ബാലേന്ദ്രമേനോൻ സാറിൻ്റെ കൂടെയാണ്. അദ്ദേഹം ഒരു ഫാമിലി സിനിമകൾ അല്ലെങ്കിൽ അത്യാവശ്യം കോമഡി അങ്ങനെയുള്ള സിനിമകളാണ് അദ്ദേഹത്തിൻ്റെ ട്രാക്ക്. അപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമ വന്നപ്പോൾ ഡേവിഡ് മിസ്റ്റർ ഡേവിഡ് എന്ന സിനിമയാണ്. 1987 ഷൂട്ടിംഗ് തുടങ്ങിയത്, 88 റിലീസ് ചെയ്തത്. ആ സിനിമ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ബാലേന്ദ്രമേനോൻ സാർ തന്നൊരു സംഭാവനയായിട്ടാണ് ഞാൻ കൂട്ടുന്നത്. കാര്യം അദ്ദേഹമാണ് ആ സിനിമയുടെ തിരക്കഥ രചിച്ചത്, നായകനായിട്ട് അഭിനയിച്ച അദ്ദേഹമാണ്. അദ്ദേഹത്തിന് എൻ്റെ സുഹൃത്തുക്കൾ ഒരു ഗോവിന്ദൻകുട്ടിയും ഒരു രാജനും, അവരാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹത്തിന് എന്നൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുണ്ട്, സേഫ് റിലീസ്, അവരാണ് തിരപ്പടം റിലീസ് ചെയ്തത്. അപ്പോൾ അങ്ങനൊരു സിനിമ ഞാൻ ചെയ്യുമ്പോൾ മനസ്സിലാഗ്രഹിച്ചത്, ബാലേന്ദ്രമേനോൻ സാർ ചെയ്തുകൊണ്ടിരുന്ന അതുപോലത്തെ ഒരു സിനിമയാണ് എൻ്റെ ആദ്യ സിനിമയെങ്കിൽ എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന ഒരാൾ ഒരു സിനിമ ചെയ്യുന്നു, അദ്ദേഹം നായകനായിട്ട് അഭിനയിക്കുന്നു, അദ്ദേഹത്തിൻ്റെ അതേ ജോണറിൽപ്പെട്ടൊരു സിനിമയാകുമ്പോൾ, അപ്പോൾ അതുകൊണ്ട് ഒരു ഈശ്വരാനുഗ്രഹം കൊണ്ടാണെന്നേ ഞാൻ പറയുള്ളൂ. അദ്ദേഹം എന്നോട് പറഞ്ഞത് വളരെ വ്യത്യസ്തമായൊരു കഥയാണ്. ഒരു ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള, ഒരു റിവെഞ്ച് ബേസ്ഡ് ആയിട്ടുള്ള കഥ. അപ്പോൾ അത് അദ്ദേഹം ചെയ്യുന്ന ഒരു ജോണറിൽപ്പെട്ട കഥയല്ല. അതുകൊണ്ട് തന്നെ എനിക്കത് വലിയ താല്പര്യം തോന്നി. എനിക്കൊന്ന് അന്നത്തെ കാലത്തെ ഏറ്റവും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ജോണറായിരുന്നു. അതൊരു വിദേശ ചിത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലൊരു സിനിമയായിരുന്നു തോന്നുന്നു. അല്ല, അതെല്ലാം ഞാൻ പറഞ്ഞില്ല, അതെല്ലാം ഒരു ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും കൊണ്ട് വന്നുപെടുന്നതാണ്. അപ്പോൾ ആ സിനിമ അങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ അതിലേക്ക് പല ഗുണങ്ങളും ഉണ്ടായി. രവീന്ദ്ര മാസ്റ്റർ നല്ല പാട്ടുകൾ, അതൊരു വലിയ ഭാഗ്യമായി. ബിച്ചു തിരുമലയാണ് പാട്ട് എഴുതിയത്. പിന്നെ വേറൊരു വലിയ ഗുണമുണ്ടായത്, ഇന്നിപ്പോൾ ലോകപ്രശസ്തനായ ഛായാഗ്രഹകൻ സന്തോഷ് ശിവനാണ് അതിൻ്റെ ക്യാമറ ചെയ്തത്. സന്തോഷ് ശിവൻ അന്ന് സിനിമയിലേക്ക് വരുന്നതേ ഉള്ളൂ. പുള്ളി ചെയ്ത സിനിമകൾ റിലീസായിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. അങ്ങനെ വളരെ ചെറുപ്പം. അപ്പം എൻ്റെ ആദ്യത്തെ സിനിമ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ നല്ലൊരു കെമിസ്ട്രി വർക്കൗട്ടായി. അപ്പോൾ അത് വളരെയധികം ആ സിനിമയ്ക്കും എനിക്കും ഗുണം ചെയ്തു. കാര്യം പല കാര്യങ്ങളും ഞങ്ങൾ വളരെ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഒരേ റൂമിൽ തന്നെ ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തുകൊണ്ട് പല സീനുകളും വ്യത്യസ്തമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആദ്യ സംവിധായകൻ്റെ ആദ്യ സിനിമ എന്ന നിലയിൽ അത് ശ്രദ്ധിക്കപ്പെട്ടു. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. ആ സിനിമയെ ബേസ് ചെയ്താണ് പിന്നെ മറ്റു സിനിമകളിലേക്ക് വന്നത്. രണ്ടാമത്തെ സിനിമ വിറ്റ്നസ് എന്ന സിനിമയിലാണ് ഹ്യൂമർ എന്ന് പറയുന്ന സാധനം അതിനകത്ത് യൂസ് ചെയ്തത്. അതും പറഞ്ഞ പോലെ അതൊരു കോയിൻസിഡൻ്റലായിട്ട് വന്നതാണ്. പിന്നെ പലപ്പോഴും നമ്മൾ ഒരു കഥ കേൾക്കുമ്പോൾ ആ കഥ എന്താണ് ആവശ്യപ്പെടുന്നത് ആ രീതിയിലാണ് ഞാൻ സിനിമ ആലോചിച്ചിട്ടുള്ളത്. അല്ല ഇന്നൊരു ജോണർ, അല്ലെങ്കിൽ ഒരു കോമഡി ജോണറിലോ, അല്ലെങ്കിൽ ഒരു ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സിനിമയോ, അല്ലെങ്കിൽ സസ്പെൻസ് സിനിമയോ, അല്ലെങ്കിൽ ഫാമിലി സ്റ്റോറിയോ, ലവ് സ്റ്റോറിയോ, ഹൊററോ, അങ്ങനെയൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഈ പറഞ്ഞ എല്ലാ ജോണറിൽപ്പെട്ട സിനിമകളും എനിക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. പിൽക്കാലത്ത് തമാശയുടെയൊക്കെ ബ്രാൻഡ് അംബാസിഡറായ, കുടുംബ ചിത്രങ്ങളുടെയൊക്കെ
നായകനായ ജയറാം ആദ്യമായിട്ട് കോമഡി എന്ന ട്രാക്കിലേക്ക് വരുന്നത് സാറിൻ്റെ സിനിമയിലൂടെയാണ്. അതിന് മുന്നേ അദ്ദേഹത്തിന് കിട്ടി, അദ്ദേഹം കലാഭവനിൽ കൂടെ വന്നതാണെങ്കിലും അദ്ദേഹത്തിന് കിട്ടിയ സിനിമകളെല്ലാം വളരെ സീരിയസ് ആയിട്ടുള്ള സിനിമയായിരുന്നു. എന്തായിരുന്നു അങ്ങനെ ഒരു അനുഭവം? അല്ല, അത് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജയറാം ആദ്യം അഭിനയിക്കുന്ന അപരൻ എന്ന സിനിമ, അതെ അതെ, പത്മനാഭൻ സാറിൻ്റെ, അതിൽ വളരെ സീരിയസ് ആയിട്ടൊരു ക്യാരക്ടറാണ്. പത്മനാഭൻ സാറിൻ്റെ തന്നെ അടുത്ത സിനിമ മൂന്നാം പക്കമാണ് പുള്ളി രണ്ടാമത്തെ സിനിമ. അപ്പം രണ്ടാമത്തെ സിനിമ ചെയ്തതിന് ശേഷമേ മറ്റു സിനിമ ചെയ്യാവൂ എന്നൊരു കമ്മിറ്റ്മെൻറ്റ് ജയറാമിന് പത്മനാഭൻ സാർ വരെ ഉണ്ടായിരുന്നു. അപ്പം അവരൻ യഥാർത്ഥ ജയറാമിനെ ഞാൻ പരിചയപ്പെടുന്നത് എൻ്റെ ആദ്യത്തെ സിനിമയായ ഡേവിഡ് മിസ്റ്റർ ഡേവിഡിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടക്കുന്നു. അതായത് ഡബ്ബിങ് എഡിറ്റിംഗ് നടന്നു ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് തിരുവനന്തപുരത്ത്. അവിടെ തന്നെയായിരുന്നു അവരൻ്റെ വർക്ക്. അപ്പോൾ അവരൻ്റെ ഡബ്ബിങ് നടക്കുന്നു. അവിടെ വെച്ചാണ് ജയറാമിനെ ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ ജയറാം ഡബ്ബിങ് ഇല്ലാത്ത സമയങ്ങളിൽ പോലും അവരുടെ ത്രൂ ഔട്ട് ജയറാം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു തിയേറ്ററേ ഉള്ളൂ. പലപ്പോഴും ഹാഫ് ഡേ ഞങ്ങൾക്കും ഹാഫ് ഡേ പത്മനാഭൻ സാറിനും അങ്ങനെയൊക്കെയാണ് അവിടെ കൊടുത്തിരുന്നത്. അപ്പോൾ എൻ്റെ പടത്തിൻ്റെ ഡബ്ബിങ് നടക്കുമ്പോഴും ജയറാം അവിടെ വന്നിരിക്കും. അപ്പോൾ അവിടെ വെച്ച് ജയറാമിൻ്റെ തമാശകളും ജയറാം എല്ലാ ആർട്ടിസ്റ്റും നസീർ സാറിനെയൊക്കെ ഭയങ്കരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യും പുള്ളി. മധുസാറിൻ്റെ പടത്തിലുണ്ട്, സോറി മധുസാർ അടുത്ത പടത്തിലാണ് ഈ ബലേന്ദ്ര മേനോൻ സാറിനെ അവരെയൊക്കെ പുള്ളി ഇമിറ്റേറ്റ് ചെയ്യും. ആ പുള്ളിയിലൊരു നല്ലൊരു ഒരു കോമഡി ഒരു ഫീല് പുള്ളിക്കുണ്ട്. പുള്ളിയുടെ ഒരു മിമിക്രി ഒരു ബേസ് ഉണ്ട്. പിന്നെ നല്ല തമാശകൾ പറയുക. അപ്പോൾ അന്ന് ഈ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊന്നും അത്രത്തോളം ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് പുള്ളി ചെയ്ത മിമിക്രി ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ പുള്ളി അവിടെ വെച്ച് നേരിട്ട് പെർഫോം ചെയ്യുമ്പോഴുള്ള തമാശയും കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ജയറാം അടുത്ത എൻ്റെ പടത്തിൽ ജയറാമിനെ നായകനാക്കാൻ ഉദ്ദേശിക്കുന്നുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് പടത്തിൻ്റെ ഫൈനൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത പടം കമ്മിറ്റ് ചെയ്തു. അതൊരു ഈശ്വരാനുഗ്രഹം കൊണ്ടാണ്. സാറിന് ഒരു പുതിയ സംവിധായകൻ്റെ ആദ്യ സിനിമ ഇറങ്ങാതെ രണ്ടാമത്തെ സിനിമ കിട്ടുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊരു ഈശ്വരാനുഗ്രഹം കൊണ്ട് അങ്ങനെ രണ്ടാമത്തെ സിനിമ കമ്മിറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിന് തന്നെ ഈ പടത്തിൻ്റെ റിലീസിന് മുമ്പ് തന്നെ ആ പടത്തിൻ്റെ മറ്റ് എന്താ പറയുക പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ തുടങ്ങി, സ്ക്രിപ്റ്റ് വർക്കും കാര്യങ്ങളും. അപ്പോൾ അതിനൊരു കഥ എന്താണ് വേണ്ടതെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു നമ്മൾ ആ സമയത്ത്. അപ്പോൾ യഥാർത്ഥം പറഞ്ഞാൽ ആ സിനിമ എഴുതിയിരിക്കുന്നത് ജോൺ ബോളും കലൂർ ഡെന്നിസും ചേർന്നാണ്. അപ്പോൾ ജോൺ ബോൾ ആണ് എൻ്റെ യഥാർത്ഥ ഒറിജിനൽ റൈറ്റർ. ഇപ്പോൾ ജോൺ ബോളുമായിട്ട് എനിക്കുള്ള ബന്ധം എന്ന് പറയുന്നത്, ഞാൻ അതിന് മുമ്പ് ബലേന്ദ്ര മേനോൻ സാറിന് അല്ലാതെ ഞാൻ 2 സിനിമകളിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വളരെ അടുത്ത സുഹൃത്ത് ഡയറക്ടർ കമലിൻ്റെ പടങ്ങളാണ്. കമലും ഞാനും വളരെ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. എന്നല്ല ഇപ്പോഴുമാണ്. അപ്പോൾ കമലിൻ്റെ ആദ്യത്തെ 2 സിനിമകൾ മിഴിനീർ പൂക്കൾ എന്ന് പറഞ്ഞ സിനിമയും അത് കഴിഞ്ഞ് ഉണ്ണികളെ കഥ പറയാമെന്ന സിനിമയും 2 സിനിമയിൽ ഞാനാണ് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത്. ഈ 2 സിനിമയുടെയും തിരക്കഥ എഴുതിയത് ജോൺ ബോളാണ്. അപ്പോൾ ജോൺ ബോളുമായിട്ട് നല്ലൊരു ബന്ധം അങ്ങോട്ടുണ്ടായി. അങ്ങനെ ജോൺ ബോളിനോടെയാണ് ഈ സിനിമയുടെ കാര്യം ഞാൻ പറയും. ജോൺ ബോൾ എഴുതാമെന്ന് പറയും. പക്ഷേ ജോൺ ബോളിന് ഒരുപാട് തിരക്കുകളുണ്ടായിരുന്നു. അങ്ങനെയാണ് ജോൺ ബോളും കലൂർ ഡെന്നിസും കൂടെ ചേർന്ന് അങ്ങനെ ഒരു സിനിമ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത്. അങ്ങനെ ആ സിനിമ അതാണ് ബിസിനസ്. അപ്പോൾ അങ്ങനെ അതിന് കഥ എന്ത് വേണമെന്ന് ഞാൻ ആലോചിച്ചിരിക്കുമ്പോഴാണ് ജോൺ ബോളാണ് ഇങ്ങനെ പറഞ്ഞ ഒരു നമ്മുടെ ആക്ടർ ജഗദീഷ് ശിവകുമാർ ഒരു ത്രെഡ് ഇങ്ങനെ പറഞ്ഞു. നമ്മുടെ സിനിമയ്ക്ക് ഒരു ത്രെഡിൽ നിന്നാണല്ലോ സിനിമ ഉണ്ടാവുന്നത്. അപ്പോൾ അത് എന്നോട് ജോൺ ബോൾ പറഞ്ഞു. ഇപ്പോൾ ജോൺ ബോളിനെ സംബന്ധിച്ചോളം ഞാൻ മലയാള സിനിമയിൽ കണ്ടിട്ടുള്ള ഏറ്റവും നന്നായിട്ട് കഥ പറഞ്ഞ് ഫലിപ്പിക്കുന്ന നല്ല ശുദ്ധമായ വടിവത്ത മലയാളം, അത് അദ്ദേഹത്തിന് ഭയങ്കര ഒരു കഴിവാണ്. അപ്പോൾ അദ്ദേഹം ഈ കഥ പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ ഭയങ്കരമായിട്ട് ഇമ്പ്രസീവായി. അപ്പോൾ പറഞ്ഞു, തമ്പി ഇന്ന് ജഗതി ഒന്ന് കാണും, കണ്ട് ഈ കഥ ജഗതിയുടെയാണ്, ജഗതിയുടെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് ജഗതിയുടെ പെർമിഷൻ വാങ്ങി നമുക്ക് ഈ കഥയായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ കഥയിലൊന്നുമില്ല, ഈ വിറ്റ്നസ് സിനിമയിലുണ്ടായിരുന്നതിൻ്റെ ഒരു 1/3 പോലും ആ കഥയിലില്ല. പക്ഷെ അതിൽ 2 ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ആ 2 ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ആ സിനിമ. അങ്ങനെ ഞാൻ ജഗതിയെ കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് ഈ കഥ പറഞ്ഞു. അപ്പം ജഗതിക്ക് ഞാൻ അമ്പളിച്ചിട്ടാന്ന് വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇത് ഓർമ്മയേ ഇല്ല ഇങ്ങനെ കഥ ജോൺ ബോളിന് പറഞ്ഞത്. പക്ഷേ അത് അപ്പോൾ ജഗതി പറഞ്ഞത് ജഗതി മറന്നുപോയി. പക്ഷേ ഇത് ഞാൻ പറഞ്ഞ പുള്ളി പറഞ്ഞു, ഇത് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാം, ഇത് ജോൺ ബോൾ സാറാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത് ഞങ്ങൾ ചെയ്യാൻ പോകുന്നു. പിന്നെന്താ, നല്ല കാര്യമല്ലേ. മാത്രമല്ല അതിൽ ഒരു പ്രധാന ക്യാരക്ടർ അമ്പളിച്ചേട്ടൻ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ജഗതിയും ജയറാമും അങ്ങനെ 2 പേരെ വെച്ചിട്ടാണ് ആ സിനിമ പിൽക്കാലത്ത് അത് വലിയ കോമ്പിനേഷൻ ആയിട്ട് വന്നതാണ്. എല്ലാം നമ്മുടെ നിമിത്തങ്ങളാണല്ലോ, അത് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തും ചെയ്യുന്നില്ല, ഓരോ സംഭവിക്കുന്നതാണ് അങ്ങനെ.
ജഗതിയുടെ ഏറ്റവും നല്ല ഹാസ്യ സിനിമകളിൽ പലതും സാറിന്റെ സംഭാവനയാണ്. അമ്പലച്ചേട്ടൻ ചെയ്തതിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറിന്റെ സിനിമ ചെയ്തിട്ടുണ്ട്. അതെ അതെ. അവിടെ നിന്നാൾ ആരോഗ്യ ശ്രീമാൻ എന്ന സിനിമ, ജഗതി ശ്രീമാനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ സിനിമ കരിയറിലെ ഏറ്റവും എണ്ണപ്പെടുന്ന ക്യാരക്ടറുകൾ ഒന്നായിട്ടുണ്ട് കണക്കൂട്ടാൻ പറ്റുന്നതാണ്. അത്തരത്തിൽ മലയാള സിനിമയിൽ വളരെ നിർണായകമായ ചില ബ്രേക്ക്, ചില ആൾക്കാർക്ക് വലിയ ബ്രേക്ക് കൊടുത്ത് അവരെ നായകനാക്കി മാറ്റുന്നതിൽ, അതായത് സിനിമയുടെ മുഖ്യധാരാ നായകന്മാരിലേക്ക് എത്തുന്നതിൽ സാറിൻ്റെ സിനിമകൾ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. അവരുടെ ഗ്രാഫ് വലിയ രീതിയിൽ അത് അത്തരത്തിലൊന്നാണ് സിദ്ദിഖിൻ്റെ. ഇദ്ദേഹം സിനിമയ്ക്ക് ശേഷം എനിക്കൊന്നും അദ്ദേഹം മലയാളത്തിൽ ഒരു നല്ല നായകൻ എന്ന നിലയിൽ തന്നെ കടന്നുകൊണ്ട് ഒരു ആക്ഷൻ പരിവേഷത്തോടു കൂടിയത് എന്തായിരുന്നു അതിലുള്ളൊരു? അതിനുശേഷം അദ്ദേഹത്തെ വില്ലനായിട്ട് അവതരിപ്പിച്ചപ്പോഴും അതേ രീതിയിൽ അദ്ദേഹത്തിന്റെ ഗ്രാഫ് ഉയർത്തുവാൻ കഴിഞ്ഞു. പിന്നീട് അദ്ദേഹത്തിന് കിട്ടിയ മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ വില്ലന്മാരിൽ ഒരാളായിട്ട് അദ്ദേഹം പിന്നീട് മാറുകയായിരുന്നു. നമ്മുടെ കഴിവായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, സാഹചര്യങ്ങൾ അങ്ങനെ എത്തിക്കുന്നതാണത്. സിദ്ദിഖ് ഞാൻ ഡയറക്ടർ ആകുന്നതിന് മുമ്പുള്ള പരിചയമാണ്. കമലിന്റെ അകത്തെ ബന്ധുവാണ്. കമലിന്റെ ആദ്യ സിനിമയിൽ സിദ്ദിഖ് ഒരു ചെറിയ വേഷത്തെ അഭിനയിച്ചിട്ടുണ്ട്. അവിടെ വെച്ചാൽ ഞങ്ങൾ പരിചയപ്പെട്ടത് നല്ലൊരു സൗഹൃദമായി. ഞാൻ എറണാകുളത്ത് വരികയാണെങ്കിൽ സിദ്ദിഖിനെ വിളിക്കും, ഞാനവിടെ താമസിക്കുന്ന സിദ്ദിഖ് അവിടെ വരും. ഞങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ ആദ്യ സിനിമയിൽ സിദ്ദിഖ് ചെയ്യുന്നത് വളരെ ചെറിയൊരു വേഷമാണ്. ത്യാഗരായനാണ് അതിലെ പ്രധാന വില്ലൻ ചെയ്തിരിക്കുന്നത്. ത്യാഗരായൻ്റെ കൂടെ നിൽക്കുന്ന വെറും ഒരു ഗൂണ്ട ക്യാരക്ടറാണ് സിദ്ദിഖ്. അപ്പോൾ എൻ്റെ സിനിമകൾ മാത്രം എടുത്ത് നോക്കിയാൽ സിദ്ദിഖിൻ്റെ ഒരു ഗ്രാഫ് അറിയാം. തുടക്കം അത് വിറ്റ്നസ് വന്നപ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെടുന്നൊരു വേഷം സിദ്ദിഖിന് ഞാൻ കൊടുത്തു. കാലാൾപ്പടയിൽ വൺ ഓഫ് ദ ഹീറോ ആയി. അങ്ങനെ കയറി വന്നു. അങ്ങനെ ഒരു പല സിനിമകളിലും സിദ്ദിഖും ജഗദീഷും ഒരു കോമ്പിനേഷൻ പല സിനിമകളിലും വന്നു. കുറുക്കട്ട കോഴി എന്ന സിനിമയിലാണ്. അവരതിനു മുമ്പ് ഗ്രൂപ്പായിട്ട് പല സിനിമകളും ചെയ്തിട്ടുണ്ട്. ഇപ്പം ഹരിഹർ നായർ പോലെയുള്ള സിനിമകളിലൊരു ഗ്രൂപ്പ് കോമഡി സിനിമ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള കോമഡി അതായിരുന്നു കുറുക്കട്ട കോഴി. അപ്പോൾ അത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ജയറാമിനെയും മുകേഷിനെയും വെച്ച് പ്ലാൻ ചെയ്ത സിനിമയാണ്. അവർ ഡേറ്റ്സ് ഇങ്ങനെ തള്ളി പോകുന്നത് കൊണ്ട് ഇത് പെട്ടെന്ന് ചെയ്യണമെന്ന് വന്നുകൊണ്ടാണ് ഇങ്ങനൊരു പുതിയ മാറ്റം ആലോചിച്ചത്. അങ്ങനെ സിദ്ദിഖ് ജഗദീഷ് എന്നൊരു ടീം അങ്ങനെ കുറുക്കട്ട വഴിയിലൂടെയാണ് ആദ്യം പുറത്തു വരുന്നത്. പിന്നെ ആ ഒരു രീതിയിൽ കുറേ സിനിമകൾ ഞാൻ ചെയ്തു. തിരുത്തൽവാദി, ജേർണലിസ്റ്റ്, അദ്ദേഹം അതൊക്കെ സിദ്ദിഖ് ജഗദീഷ് കോമ്പിനേഷനുള്ള സിനിമകളായിരുന്നു. ഇടയ്ക്ക് വെച്ച് ക്യാമറാമാൻ്റെ റോൾ കൂടി ഒരു ചിത്രത്തിൽ സാറിന് എടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതായത് ക്യാമറാമാൻ എന്തോ രക്തം കണ്ടു കഴിഞ്ഞാലുള്ളൊരു പ്രശ്നമൊക്കെ ആയിട്ട്. അതിൻ്റെ രണ്ടാമത്തെ സിനിമ വിറ്റ്നസ്. എനിക്ക് ക്യാമറയെ പറ്റി എനിക്ക് അങ്ങനെ യാതൊരു ധാരണയില്ലാത്ത ആളാണ്. അത് നമ്മൾ ട്രിവാൻഡ്രത്ത് ഷൂട്ട് ചെയ്യുന്നത്. ട്രിവാൻഡ്രത്ത് മസ്കറ്റ് ഹോട്ടലിലാണ്. അപ്പോൾ അതിലൊരു വളരെ നിർണായകമായ ഒരു സീനാണ് വിറ്റ്നസ് എന്ന സിനിമയിൽ. അതിൽ നായിക കൊല്ലപ്പെടുന്ന സീനാണ്. ഒരു ബാത്റൂമിൽ വെച്ചാണ് കൊല്ലപ്പെടുന്നത്. അപ്പോൾ അവരെ പിടിച്ച് ചുവരിലേക്ക് തള്ളുമ്പോൾ ഈ തല പോയി അടിച്ചിട്ട് തലയുടെ ബാക്കിൽ നിന്ന് ബ്ലഡ് ചീറ്റണം. അതാണ് ഷോട്ട്. അപ്പോൾ ഇതിൻ്റെ റിഹേഴ്സൽ കഴിഞ്ഞു. ആദ്യത്തെ ടേക്ക് എടുത്തപ്പോൾ ക്യാമറമാൻ വസന്ത് കുമാർ എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ബേസ്ഡ് ആളാണ്, തമിഴാണ് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ പുള്ളി അപ്പോൾ അത് അപ്സെറ്റ് ആവും. അങ്ങനെ പുള്ളി പറഞ്ഞ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനത്തെ അവസ്ഥയിൽ അത് മസ്കറ്റ് ഹോട്ടലിൽ റെൻറ്റും കൊടുത്ത് എടുത്തിരിക്കുന്നു, ഷൂട്ട് ചെയ്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ നിവൃത്തിയില്ലാത്ത ക്യാമറ കയ്യിൽ എടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. പിന്നീട് ഒട്ടനവധി മലയാളം എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന ഒട്ടനവധി ആക്ഷൻ ത്രില്ലർ, നരിമാൻ, ബഡാ ദോസ്ത്, ബഡാ ദോസ്ത് പോലുള്ള ചിത്രങ്ങൾ, ആക്ഷൻ സിനിമകൾ തന്നെ അങ്ങ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എന്തായിരുന്നു അതിലേക്കൊരു വ്യത്യാസം? പിന്നെ അത് മാത്രമല്ല, വളരെ നമ്മളെപ്പോഴും കണ്ട് വേദനിച്ച് കരയുന്ന ഒരു സിനിമയാണ്, വീണ്ടും വീണ്ടും കാണുമെങ്കിലും, സൂര്യമാനസം. ഈ രണ്ട് രീതിയിലുള്ള ഒരു അപ്രോച്ചിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്നൊരു ജോണറിൽ പോരുതെന്നുള്ള വാശിയുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഒരു സിനിമ കഴിഞ്ഞാൽ അതേ രീതിയിലുള്ള സിനിമ അടുത്ത് ചെയ്തെന്നുണ്ട്. കഴിയുന്നിടത്തോളം ഒരു മാറ്റം. അപ്പോൾ പല പല കഥകളും കേൾക്കുമ്പോൾ അപ്പോൾ അതിൽ മാറ്റം തോന്നുന്ന കഥയായിരിക്കും ചൂസ് ചെയ്യുക. മോഹൻലാലിനെ വെച്ചൊരു സിനിമ ഇതുവരെയും വന്നിട്ടില്ല തോന്നുന്നു. ചെയ്യേണ്ടതായിരുന്നു. സ്ക്രിപ്റ്റ് വരെ ചെയ്തതാണ്, അതിൻ്റെ പൂജ വരെ കഴിഞ്ഞതാണ്. എൻ്റെ ബലരാമൻ പേരിട്ടൊരു സിനിമയായിരുന്നു. എന്തോ അതും പറഞ്ഞില്ലേ, സാഹചര്യം കൊണ്ട് നടന്നില്ല, അത്രേ ഉള്ളൂ. ഡയറക്റ്റ് ചെയ്തതിൽ വെച്ച് ഏറ്റവും നന്നായി നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന നായകൻ ആണ്? നായകനോ?
എല്ലാവരും ഒരുപോലെ തന്നെ. അപ്പോൾ ഞാൻ മമ്മൂട്ടി എന്നോട് അഭിനയിച്ചിട്ടുണ്ട്, സുരേഷ് ഗോപി അഭിനയിച്ചിട്ടുണ്ട്, ജയറാം അഭിനയിച്ചിട്ടുണ്ട്, മലയാളത്തിൽ വെറ്റേറാനായിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റ്, മൊഹസാർ ഉൾപ്പെടെയുള്ള ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ എനിക്ക് ആരുടെടുത്തും എല്ലായിടത്തും എനിക്ക് കംഫർട്ടാണ്, കംഫർട്ടബിളാണ്. ആരുടെടുത്തും എനിക്ക് അങ്ങനെ ഒരു തോന്നിയിട്ടില്ല. തിലകൻ മലയാളത്തിലെ മഹാനടനാണ് തിലകൻ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ചില വലിയ പിടിവാശികളൊക്കെ ഉണ്ട്, വലിയ പിടിവാശിക്കാരനായിട്ടുള്ള വളരെ കാർക്കശ സ്വഭാവം. അദ്ദേഹത്തെ പോലും പരിധിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചില സമയത്ത് തിലകൻ ചേട്ടൻ ഞാനായിട്ട് വലിയ അടുപ്പമാണ്. എൻ്റെ മിക്ക ആദ്യകാലങ്ങളിലെ എല്ലാ സിനിമകളിലും തിലകൻ ചേട്ടനുണ്ട്. ആദ്യത്തെ സിനിമ മുതൽ എല്ലാ സിനിമകളിലും തിലകൻ ചേട്ടനുണ്ട്. തിലകൻ ചേട്ടനൊക്കെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. അദ്ദേഹം സെറ്റിലുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു വലിയ സന്തോഷമാണ്. മാത്രമല്ല, ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹം തൃപ്തിയായോ എന്ന് ചോദിക്കും. തൃപ്തിയായില്ല നമ്മുടെ മുഖം കാണുമ്പോൾ പറയാം, ശരി നമുക്കൊന്നും കൂടെ എടുക്കാം എന്ന് പറയുന്ന ഒരു വളരെ ഇതായിട്ടുള്ള ആളാണ്. രഞ്ജി പണിക്കരുമായി ബന്ധപ്പെട്ട് ആദ്യ സമയങ്ങളിലെന്തോ അദ്ദേഹം ഒരു അന്ന് രഞ്ജി പണിക്കർ അന്ന് പത്രക്കാരനാണ്. രഞ്ജി പത്രത്തിൽ പുള്ളിയെ പറ്റി എന്തോ മോശമായിട്ട് എഴുതിയെന്ന് പറഞ്ഞിട്ട് അവർ തമ്മിലുള്ള പ്രശ്നമാണ്. അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. പിന്നീട് സിനിമയിൽ നിന്ന് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ കൂടി അങ്ങ് കൈവരും, എല്ലാ മേഖലകളിലേക്കും സ്പർശിക്കുന്നുണ്ട്. ആത്മീയ മേഖലയുണ്ട്, അതോടൊപ്പം തന്നെ രാഷ്ട്രീയം. എനിക്ക് കേട്ടോ, അന്നുമില്ല ഇന്നുമില്ല. അതുപോലെ പക്ഷേ രാഷ്ട്രീയം കക്ഷി രാഷ്ട്രീയമല്ല, വളരെ ശക്തമായ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അതായത് പ്രത്യേകിച്ചും ഇപ്പോൾ ഹൈന്ദവീയതയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ രാഷ്ട്രീയമല്ല, ഹൈന്ദവീയത എന്നല്ല, ഹൈന്ദവീയ രാഷ്ട്രീയം എന്നല്ല ഉദ്ദേശിച്ചത്. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ കക്ഷി രാഷ്ട്രീയമല്ലല്ലോ, രാഷ്ട്രത്തെ സംബന്ധിയായിട്ടുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ്. അതെ അതെ. കാര്യം രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത്. അതെ അതെ. മറ്റു പാർട്ടിയോ എന്നാണ് പറയുന്നത്, പാർട്ടിയെ സംബന്ധിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് തന്നെ കക്ഷി രാഷ്ട്രീയമല്ല, രാഷ്ട്ര സംബന്ധിയായ കാര്യങ്ങളിലൊക്കെ അങ്ങ് വളരെ ശക്തമായ രീതിയിൽ, അതായത് ദേശീയവാദത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ അഭിപ്രായങ്ങൾ പറയാറുണ്ടായിരുന്നു. അതായത് നമുക്ക് അത്തരമൊരു ട്രാക്കിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നടക്കുന്ന ചില വന്ദേമാതരവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. ശരിക്കും വന്ദേമാതരത്തിൻ്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ ഭിന്നമായ അഭിപ്രായങ്ങൾ കടന്നു വരേണ്ടതിൻ്റെയൊക്കെ സാധ്യതയുണ്ടോ? എന്തിനാണ് അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ? ഭാരതം എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും എന്നും ഹിന്ദു രാഷ്ട്രമാണ്. ഹിന്ദു ബിംബങ്ങൾ എവിടെയായാലും ഉണ്ടാവും, അത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. അത് നമ്മുടെ നമ്മുടെ എല്ലാ പാട്ടുകളിലും, അതായത് നമ്മുടെ ജനഗണമന ഉൾപ്പെടെയുള്ള എല്ലാത്തിലും ആ ഹിന്ദു ബിംബങ്ങളുണ്ട്. എന്തിനു നമ്മൾ ഈ കുറ്റം പറയുന്നവരുടെ പേരുകൾ പോലും ഹിന്ദു പേരുകളില്ലേ? ഇന്നലെ കവി സച്ചിദാനന്ദനെ പറ്റി എന്ന് പറയുന്നത് കേട്ടു. സച്ചിദാനന്ദൻ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അതെ, എല്ലാ സമയത്തും ആനന്ദം. അല്ലല്ല, പരമാത്മാവാണ്. അപ്പൊ അതുണ്ട്, എല്ലാ പേരുകളിലും അതില്ലേ. നമുക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റുമോ? ഭാരതം എന്ന പേരെന്താണ്? ഭരതമുനിയിൽ നിന്നും അല്ലെങ്കിൽ ഭരതൻ എന്ന ചക്രവർത്തിയിൽ നിന്നും ഉണ്ടായ പേരാണ് ഭാരതം. അപ്പൊ ഭാരതം ഹൈന്ദവ ബിംബമല്ലേ? ഇപ്പോൾ ഏതാ ഇല്ലാത്തത്? അപ്പോൾ ഭാരതത്തിന് ഒരിക്കലും ഹിന്ദു രാഷ്ട്രമല്ലാതാക്കാൻ പറ്റില്ല, അതൊരിക്കലും നടക്കുന്ന കാര്യമില്ല. പിന്നെ നമ്മളെ സംബന്ധിച്ചുള്ള നമ്മുടെ സനാതന ധർമ്മം എന്ന് പറയുന്നത്, സനാതനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും നശിക്കാത്തത്, എന്നും പുതുമയുള്ള, അതായത് മാറിക്കൊണ്ടിരിക്കും, കാലത്തിനനുസരിച്ച് എന്നും പുതുക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അതാണ് സനാതനം. ആ സനാതന ധർമ്മത്തിനെ അടിസ്ഥാനമാക്കിയാണ് ഭാരതത്തിന്റെ സംസ്കാരം. ഹൈന്ദവീയത എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇവിടെ വേറെ ഏത് സംസ്കാരമാണ് നിലനിൽക്കുന്നതെന്ന്? ലോകത്തിലെ ബാക്കി എല്ലാ സംസ്കാരങ്ങളും നശിച്ചു പോയില്ലേ? എല്ലാ റോമൻ സാമ്രാജ്യം മുതൽ എത്ര എണ്ണം ഉണ്ട്, എല്ലാം നശിച്ചില്ലേ? എന്തുകൊണ്ടൊന്നും ഭാരതീയ സംസ്കാരം നിലനിൽക്കുന്നു? സനാതനമായതുകൊണ്ടാണ്, സനാതന ധർമ്മത്തിന് അടിസ്ഥാനപ്പെടുത്തിയായതുകൊണ്ടാണ്. ഇവിടെ ഋഷീശ്വരന്മാർ സൃഷ്ടിച്ചതാണ് ഈ ഭാരത സംസ്കാരം. അതാണ് ആ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങ് പറഞ്ഞ അതേ കാര്യം ഒരു ചരിത്രകാരൻ എൽ ഭാഷം അദ്ദേഹത്തിന്റെ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഒരു വഴി, ദ മോസ്റ്റ് കണ്ടിന്യൂസ് കൾച്ചർ ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും പിന്തുടർന്ന് വന്ന സംസ്കാരം യവന സംസ്കാരമുണ്ട് എന്ന് അവർക്ക് തന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. അങ്ങനെ ഒരു ഗതികേട് ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്തരത്തിൽ വളരെയധികം പിന്തുടർന്ന് പോകുന്ന ഒരു സംസ്കാരം എന്നാണ്. ഭാരതത്തിനെ ആയിരത്തിൽ കൂടുതൽ കൊല്ലങ്ങൾ അധിനിവേശ ശക്തികൾ ഭരിച്ചിരുന്നു. മുഗളന്മാരായാലും, അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാരായാലും, അതുപോലെ ഡച്ചും പോർട്ടുഗീസും അങ്ങനെയുള്ള എല്ലാം വിദേശികൾ ഭരിച്ചിരുന്നു. അവർ പല രീതിയിലും ഭാരതത്തെ നശിപ്പിക്കാൻ നോക്കി, സംസ്കാരത്തെ നശിപ്പിക്കാൻ നോക്കി, ഭാരതത്തിൻ്റെ അഖണ്ഡതയെ നശിപ്പിക്കാൻ നോക്കി, എല്ലാ രീതിയിലും ആ ഭാരതത്തിനെ തകർക്കാൻ നോക്കി, വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ ഭാരതത്തെ നശിപ്പിക്കാൻ നോക്കി.
ഇംഗ്ലീഷ് വിദ്യാഭ്യാസം തെറ്റാണെന്ന് ഞാൻ പറയില്ല. കാരണം നമ്മൾ പുറത്തു പോയി ജീവിക്കുന്ന ഒരാൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആവശ്യമാണ്. എല്ലാ അറിവും നല്ലതാണ്. പക്ഷെ നമ്മുടെ സ്വന്തം അമ്മയെ മറന്നിട്ട് അപ്പുറത്തെ വീട്ടിലെ ആന്റിയെ സ്നേഹിക്കുന്ന പരിപാടി പറ്റില്ലല്ലോ. സ്വന്തം അമ്മ വേണം, അമ്മ കഴിഞ്ഞിട്ടാണ് ആന്റി. അപ്പൊ നമ്മുടെ സ്വത്വം എന്ന് പറയുന്നത് നമ്മുടെ ഭാഷ. ഇപ്പൊ ഞാൻ മലയാളിയാണെങ്കിൽ എനിക്ക് മലയാളം, എൻ്റെ മക്കൾ മലയാളം പഠിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അല്ലാതെ മക്കൾ ഇംഗ്ലീഷ് പഠിക്കട്ടെ, അവർ മലയാളം പറയുന്ന മോശമാണ് എന്ന് തോന്നുന്ന ഒരു സംസ്കാരത്തിലേക്ക് എത്താൻ പാടില്ല. മലയാളം ഹിന്ദുക്കൾ മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഭാരതത്തിൽ ജനിച്ച എല്ലാവരും ഒരു ഹിന്ദു ചിന്തഗതി ഉള്ളവരാണ്. അതിപ്പം ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും എല്ലാവരും ഭാരതീയനാണോ, അവൻ ഭാരതത്തിൽ ജനിച്ചവനാണോ, അവൻ ആ ഒരു ഹൈന്ദവ സംസ്കാരത്തിൽ വളരുന്നവനാണ്. ഭാരതത്തിൽ ജനിച്ച എല്ലാവരും ഹിന്ദുക്കളാണെന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. മലയാളത്തെക്കുറിച്ച് പറയുമ്പോൾ അങ്ങയുടെ ഒരു സിനിമയെ കൂടെ നമുക്ക് ചേർത്ത്, മധുവുമായിട്ടും ജഗതിയുമായിട്ടൊക്കെ ചേർത്തിട്ടുള്ള ആ സിനിമയെ കൂടെ നമുക്ക് ഓർക്കേണ്ടി വരും. ചില പ്രത്യേക പദങ്ങൾ തന്നെ ആ സിനിമയിൽ നിന്ന് നമുക്ക് സംഭാവനയായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്താണ് അത് ശശിധരൻ ആറാട്ടുഴി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെയാണ് തിരക്കഥ. സിംഹവാലൻ മേനോൻ എന്ന സിനിമയാണെന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഹിന്ദി സിനിമ എന്ന് ബേസ് ചെയ്തതാണ്. പക്ഷെ അതിൽ നിന്നൊരു വ്യത്യസ്തത വരണമല്ലോ. നമുക്കൊരു മറ്റൊരു ഭാഷയിൽ നിന്ന് എടുത്തായാലും അപ്പം അതിലില്ലാത്തൊരു സാധനം എന്താണെന്നുള്ളതാണ് ഈ ഭാഷ കൊണ്ടുവന്നത്. മലയാള ഭാഷയുടെ അത് മലയാളം മാത്രമേ ഉപയോഗിക്കൂ, ഗാന്ധിയനാണ്, മറ്റ് ലാംഗ്വേജുകൾ ഉപയോഗിക്കില്ല, ഇംഗ്ലീഷ് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനൊരു കഥാപാത്രമായിട്ടാണ് മൗസാറിൻ്റെ ക്യാരക്ടർ, ഗൗരിദാസൻ മേനോൻ എന്ന് പറയുന്ന മൗസാറിൻ്റെ ക്യാരക്ടർ. അപ്പം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് കാര്യാലയം എന്ന് പറയുള്ളൂ, അങ്ങനെ പറയാൻ പാടില്ല, മലയാളത്തിൽ അല്ലാതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അത് പല വാക്കുകളും അതിനകത്ത് ഒരു സംഭവമുണ്ട്. ഒരു മൗസാറിനോട് ജഗദീഷ് പറയുന്ന കാര്യമുണ്ട്, ഞാൻ വരുന്ന വഴിക്ക് ഹരിതവർണ്ണ ത്വരിതഗമന രാജസകടത്തിലാണ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ മൗസാറിൻ്റെ പിയുടെ ഒരു ക്യാരക്ടറുണ്ട്, ജഗന്നാഥൻ്റെ ഒരു ക്യാരക്ടർ. പുള്ളിക്ക് അതെന്താ, അത് KSRTC സൂപ്പർ ഫാസ്റ്റ്, അത് പറയുന്നേ എളുപ്പേ, ഞാൻ ഇംഗ്ലീഷ് പറയില്ല, ഹരിതവർണ്ണ ത്വരിതഗമന രാജസകടം അത് തന്നെ പറയുള്ളൂ. അപ്പോൾ അതിൽ വരുമ്പോൾ സ്വനഗ്രാഹി യന്ത്രം വെച്ച് ചില ആൾക്കാർ കാൽപന്ത് കളിയുടെ തത്സമയം കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വനഗ്രാഹി യന്ത്രം എന്ന് പറയുന്നത് റേഡിയോ, അതിലൂടെ കാൽപന്ത് കളി, ഫുട്ബോൾ കളിയുടെ കമന്ററി കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം അതൊക്കെ ഒരു രസമായിട്ട് വന്നിട്ടുണ്ട് അതില്. അത് ഇന്ന് നമുക്ക് പ്രസക്തി, അതെല്ലാം ശശിധരൻ ആറാട്ടുവഴിയുടെ കോൺട്രിബ്യൂഷനാണ്. അല്ല, നമുക്ക് അതൊരു കളിയാക്കലിലൂടെ പറഞ്ഞെങ്കിൽ ഇന്ന് അതിന് വളരെ പ്രസക്തിയുണ്ട്. ഭാഷയെ നിലനിർത്തുന്നതിൽ പദങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഭാഷയ്ക്ക് കൂടി, ഭാഷയെ സ്നേഹിക്കുന്നവർക്ക് കൂടി വേണ്ടിയിട്ട് അങ്ങ് സമയത്ത് ഇപ്പോൾ മലയാളം പോലുള്ള ആശയങ്ങൾ തന്നെ മുന്നോട്ട് വച്ചിട്ടുണ്ടല്ലോ. അപ്പം ആ ഒരു അർത്ഥത്തിൽ ഭാഷ പുതിയ പദങ്ങൾ വരുന്നത് വളരെ നല്ലൊരു കാര്യമല്ലേ? തീർച്ചയായിട്ടും മലയാളത്തിൽ പുതിയ പദങ്ങൾ കുറവാണ്. അതേസമയം തമിഴ്, ഞാൻ പറയുന്നത്, ഞാനിട്ട് ബഹുമാനിക്കുന്ന മറ്റൊരു ഭാഷയെന്ന് തമിഴാണ്. കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിന് പുറത്തോട്ട് പോയാൽ, ഇപ്പം മുംബൈയിലായാലും ശരി, അല്ലെങ്കിൽ ഡൽഹിയിലായാലും, അതിന് ഭാരതത്തിന് പുറത്തായാലും, അവിടെ ചെന്ന് കഴിഞ്ഞാൽ മലയാളിക്ക് ഒരു കൺസെപ്റ്റ് ഉള്ളത് അവിടുത്തെ ഭാഷയായിട്ട് അവർ മാറും. ഇപ്പം മുംബൈ ചെന്ന് കഴിഞ്ഞാൽ മലയാളി കുടുംബത്തിൽ ചെന്നാൽ അവർ മക്കളോട് സംസാരിക്കുന്ന ഹിന്ദിയായിരിക്കും. അവരുടെ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഹിന്ദിയാണ്. അപ്പം നമ്മുടെ മലയാളം നമ്മളൊക്കെ സംസാരിക്കും, അത് മലയാളം നമ്മളോട് സംസാരിക്കുകയും മക്കളോട് ഹിന്ദി പറയുകയും ചെയ്യും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറയുകയും ചെയ്യും. അപ്പോൾ അതെന്തിങ്ങനെ? അതേസമയം നമ്മൾ തമിഴ് ആൾക്കാരെ വീട്ടിൽ ചെന്ന് നോക്കൂ, അവർ തമിഴേ പറയൂ. അവർ മക്കളോട് സംസാരിക്കുന്നതായാലും ശരി, എല്ലാം അവരുടെ കൾച്ചർ അതവർ കീപ്പ് ചെയ്യും. നമുക്ക് കേരളത്തിന് പുറത്തോട്ട് പോയാൽ നമ്മുടെ കൾച്ചർ നമ്മൾ മറക്കുന്നു. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലം ഓണത്തിൻ്റെ കാലമാണ്. ഈ ഓണത്തിൻ്റെ കാലം എന്ന് പറയുമ്പോൾ ഓണത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ഒരു മലയാളിക്കും, അത് മത ജാതി ബോധത്തിനപ്പുറം ഓണത്തിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ഒരു മലയാളിക്കും സാധ്യമല്ല. എന്ത് പറയുന്നു ഈ ഓണക്കാലത്ത് അങ്ങയുടെ ഒരു സ്മരണകൾ കൂടി നോക്കുമ്പോൾ? ഓണം എന്നൊരു കൺസെപ്റ്റൊക്കെ പോയി. ഓണം എന്താണ് യഥാർത്ഥ ഓണം? കൊയ്ത്തുത്സവമാണ് ഓണം. അതായത് കർക്കിടകം എന്ന് പറയുന്ന ഇത്രയും മഴയും അതും ഇതും എല്ലാം കഴിഞ്ഞ് ദാരിദ്ര്യത്തിൻ്റെ ഒരവസ്ഥയാണ്. അത് കഴിഞ്ഞ് ഒരു പുതിയ പൊന്നിൻ ചിങ്ങമാസം എന്ന് പറയുന്നത് കൊയ്ത്തുത്സവമാണ്. കൊയ്ത്തുത്സവം കഴിഞ്ഞപ്പോൾ ഓരോ കുടുംബങ്ങളിലും ഓരോ വീടുകളിലും കൊയ്ത്തും മെതിയും അതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ഉത്സവമാണ് ഓണം. ഇന്ന് എവിടെ കൊയ്ത്തിരിക്കുന്നു, ഇന്ന് എവിടെ ഉത്സവിക്കുന്നു? ഞാൻ ഇവിടെ ഏത് വീട്ടിലാണ്, മിക്കവാറും എല്ലാ വീടുകളിലും 1 or 2 പേരാണ് ഉണ്ടാവുക. മക്കളൊക്കെ പുറത്താണ്.
ഇപ്പം എവിടെ വേണമെങ്കിലും എടുത്തോളൂ. അപ്പം സദ്യ വിളിക്കും, സദ്യ വയ്ക്കാൻ പറ്റുമോ ഒന്ന് വീട്ടിൽ? കാര്യം 2 പേർക്ക് വേണ്ടി എന്ത് സദ്യ ഉണ്ടാക്കാനാണ്? അത് കഴിക്കാൻ എല്ലാവരും കൂടി കഴിക്കുമ്പോഴല്ലേ അതിനൊരു ഭംഗിയുള്ളൂ. കൂട്ടായ്മകൾ നഷ്ടപ്പെട്ടു. പിന്നെ എല്ലാം പോയില്ലേ, കൂട്ടുകുടുംബങ്ങൾ പോയി. കൂട്ടുകുടുംബം പോയിട്ട് അണുകുടുംബമായി, ആ അണുകുടുംബം പോലും ഇല്ലാതായി. ഇപ്പൊ അടുത്ത തലമുറ എന്ന് പറയുന്നത് കേരളം ഒരു വൃദ്ധസദനമായി മാറിക്കൊണ്ടിരിക്കുക. ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. കാര്യം ചെറുപ്പക്കാരും ഇവിടെ ഇല്ല. തിരിച്ചു പിടിക്കേണ്ട അത്തരം ആഘോഷങ്ങൾ അല്ല, അങ്ങനെ ആഘോഷങ്ങൾ തിരിച്ചു പിടിക്കണമെങ്കിൽ ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ പല സ്ഥലത്തും നടക്കുന്നത് തന്നെയാണ്. ഇപ്പം ഞാൻ ഓണാഘോഷം ഏറ്റവും നന്നായിട്ട് കണ്ടിട്ടുള്ള കേരളത്തിലല്ല, കേരളത്തിന് പുറത്താണ്. ഇപ്പം മുംബൈ, അവിടെ മലയാളികളെല്ലാം ഒന്നിച്ചു കൂടിയിട്ട് ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷമായിട്ടാണ് തോന്നുന്നത്, ഞാൻ മുംബൈയിൽ ഡോംബി വെല്ലിയിൽ അവിടുത്തെ ഒരു ഓണാഘോഷ ചടങ്ങിൽ പങ്കെടുത്തു. അപ്പോൾ അവർ ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അവരുടെ രീതി. അപ്പോൾ പല വീടുകളിൽ നിന്നും അവർ ഓരോ സാധനം ഓരോ വീട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡ് വീട്ടിൽ നിന്ന് ഓലൻ, ഒരു വീട്ടിൽ നിന്ന് പരിപ്പ്, ഒരു വീട്ടിൽ നിന്ന് സാമ്പാർ, ഒരു വീട്ടിൽ നിന്ന് ചോറ്, തോരൻ. അപ്പോൾ ആർക്കും സ്ട്രെയിനും ഇല്ല. ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് 10, 40, 50 പേര് ഒന്നിച്ചിരുന്നിട്ട് വലിയ ടേബിളിട്ട് ഇലയൊക്കെ ഇട്ടിട്ട് ആ സദ്യ കഴിക്കുക. എല്ലാവരുടെ പങ്കാളിത്തം കൊണ്ട് ആർക്കും നഷ്ടമില്ല. ഇപ്പം ഒരു തോരൻ ഉണ്ടാക്കി വെച്ചാൽ അന്ന് തീർത്തില്ലെങ്കിൽ പിന്നെ ബാക്കി വെച്ചേക്കല്ലോ, പിന്നെ ഉപയോഗിക്കാം. അപ്പം അതുപോലെ പായസം, 4 or 5 വെറൈറ്റി പായസം, ഓരോ പായസം ഓരോരുത്തരുണ്ടായിക്കൊണ്ടുവരും. അപ്പം ആ ഒരു കൺസെപ്റ്റ് ഇനി വർക്കൗട്ട് ആവും. അല്ല, അത് വലിയ കേരളത്തിൽ ചെയ്യാൻ പറ്റുന്ന റെസിഡൻസ് അസോസിയേഷൻ ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു റെസിഡൻസ് അസോസിയേഷൻ പ്ലാൻ ചെയ്യാണ്. ഞങ്ങളുടെ റെസിഡൻസിൽ ആർക്കൊക്കെ ഓണാഘോഷം, തിരുവോണത്തിന് അന്ന് സദ്യ. ഇപ്പം ഞാൻ മിക്കവാറും നമ്മൾ ട്രിവാൻഡ്രം ക്ലബ്ബിൽ ഞാൻ കഴിഞ്ഞ 2-3 വർഷം സെക്രട്ടറി ആയിരുന്നു. ഞാൻ 10-30 വർഷമായിട്ട് അവിടെ മെമ്പറാണ്. അപ്പോൾ അവിടെ ഓണാഘോഷമുണ്ട്. പലപ്പോഴും ഞങ്ങൾ കുടുംബമായിട്ടുള്ളപ്പോഴും അവിടെ പോയാണ് ഓണസദ്യ ഉണ്ണാറുള്ളത്. വീട്ടിലുണ്ടാക്കാൻ പറ്റില്ല, അത്രയും ഉണ്ടാക്കി. പിന്നെ ഈ പാഴ്സലൊക്കെ വാങ്ങിക്കുന്നതിലൊരു അർത്ഥമില്ല. അപ്പോൾ ഇതുപോലുള്ള രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഓണം ഇനിയും കളർഫുള്ളാക്കാം. തീർച്ചയായും. പിന്നെ ഓണത്തിന് ഞാനിപ്പം പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, ഈ ഓണത്തിന് മാവേലി എന്ന് പറയുന്ന ഒരു കോമാളിയെ അവതരിപ്പിക്കുന്നു. ഇന്നലെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചാനലിൽ ഞാൻ കണ്ടിട്ട്, ചാനലിൻ്റെ ചീഫ് എഡിറ്റർ ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറഞ്ഞു, നിങ്ങളത് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ അടുത്ത പറയും ഈ ചാനൽ ബഹിഷ്കരിക്കാൻ പറയുന്നു. കാര്യം മാവേലി കോമാളിയല്ല, അത് രാജാവായിരുന്ന ആളാണ്. ഒരു കുളവേറും മറ്റേ കുമ്പം മീശയും ഒരു ഗുണ്ടക്കണ്ണുമായിട്ടുള്ള ആളാണോ രാജാവായിട്ട്? ഇത് ഏതോ ഒരുത്തിൻ്റെ ഒരു വിവരദോഷി ഏതോ കാലത്ത് ചെയ്തു വെച്ച ഒരു വൃത്തികേട്, അതിനെ കോമാളിത്തരമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുക. ഒരു കാർട്ടൂൺ ക്യാരക്ടർ പോലെ ഒരിക്കലുമല്ല. അത് നല്ല ബിൽറ്റായിട്ടുള്ള, നല്ല വെൽ ബിൽറ്റായിട്ടുള്ള ആളാണ് മാവേലി. അതൊരിക്കലും നമ്മുടെ നാട് നീങ്ങിയ ഉത്രാട തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുമനസ് അദ്ദേഹം ഇതിനെതിരെ അദ്ദേഹം വളരെ ശക്തമായി അപലപിക്കുകയും അദ്ദേഹം ഒരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അദ്ദേഹം അത് വളരെയധികം പബ്ലിസിറ്റി കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ ഇരിക്കണം മാവേലി എന്നുള്ള. അല്ലാതെ അപ്പം ഞാനിപ്പം പല സ്ഥലത്തും ഞാൻ പറഞ്ഞു, എൻ്റെ ഇതിലും പറഞ്ഞു, അതായത് ഇങ്ങനെ കോമാളിയായിട്ട് മാവേലിയെ ചിത്രീകരിക്കുന്ന സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കണം. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ ഹിന്ദുക്കൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കയറരുത്, ബഹിഷ്കരിക്കണം. കാര്യം അങ്കിലേ പഠിക്കുള്ളവർ. അല്ല, ഇത്തരം സംഭവങ്ങൾ, അതായത് ഇത്തരം സംസ്കാരത്തിന് നേരെയുള്ള എതിർസ്വരങ്ങളെ ചിലപ്പോൾ അപൂർവമായിട്ടാണ് അങ്ങേപോലുള്ള ആൾക്കാരുടെ ശബ്ദങ്ങളിലൂടെ എതിർക്കപ്പെടുന്നത്. നേരെ മറിച്ച് സാംസ്കാരിക വിരുദ്ധമായി പറയുന്നതിനായിരിക്കും കൂടുതൽ പിന്തുണ നമ്മുടെ സാംസ്കാരിക ലോകത്ത്. അത് ഹിന്ദു സംസ്കാരത്തിന് മാത്രമല്ലേ ഉള്ളൂ ഈ പ്രശ്നമാണ്. വേറെ ആരുടെയെങ്കിലും ഇപ്പം യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ മുഹമ്മദ് നബിയെ മോശമായിട്ട് ചിത്രീകരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പം നമ്മുടെ ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു എന്താ പറയുക, ആ ഒരു ചിന്താഗതി ഇല്ലാത്തത്. നമ്മളെ എന്തും പറയാം, ആരെ എന്തും പറയാം. അയ്യപ്പസ്വാമിയെ എന്ത് വികൃതമായിട്ട് ചിത്രീകരിക്കുന്ന വന്നിട്ടില്ലേ? സരസ്വതി ദേവി, ഇവിടുത്തെ ഇന്ത്യയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെയിന്റർ, ഒരു ചിത്രകാരൻ, അദ്ദേഹം സരസ്വതി ദേവിയെ മോശമായി കാണിച്ചില്ലേ? അപ്പം അദ്ദേഹത്തിന്റെ മതത്തിൽപ്പെട്ട മുഹമ്മദ് നബിയെ ആ രീതിയിൽ മോശമായിട്ട് ചിത്രീകരിച്ച് അദ്ദേഹം ഭരിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ അവസ്ഥ? മറ്റൊരു ചാർലി ഹെബ്ദോ ഉണ്ടായിരുന്നു, മറ്റൊരു കൈവെട്ടി കേസ്, കൈവെട്ടില്ല തലവെട്ടികളായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള ഒരു നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഹിന്ദുക്കൾക്കെങ്കിലും അതിലൊരു രക്തത്തിന് തിളങ്ങണം. അത് ചെയ്യുന്നില്ല. എന്തെങ്കിലും ആയിക്കോട്ട് പോട്ട്, എന്റെ കാര്യമല്ലല്ലോ, നാട്ടുകാരുടെ കാര്യമല്ലേ എന്നൊരു ചിന്ത. ആ ചിന്താഗതി മാറാത്തിടത്തോളം കാലം ഇത് ഒരിക്കലും ഇതിനെ ഒന്നും സ്റ്റേക്ക് എടുക്കാൻ പറ്റില്ല.
ഇതിലൂടെ നമുക്കിപ്പോൾ മഹാബലിയുടെ കാര്യം പറഞ്ഞു, ഇതേപോലെ ദേശത്തിൻ്റെ പൊതു സ്വത്തുക്കൾക്ക് നേരെ ഇപ്പം വലിയ രീതിയിലുള്ള കടന്നാക്രമണങ്ങൾ നടക്കുകയാണ്. അതായത് ഒരു സമയത്ത് നമ്മുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ പേരാണ് വീരവിനായക ദാമോദര സാവർക്കർ. ഇരട്ട ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സെല്ലുലാർ ജയിലിൽ കിടന്ന അദ്ദേഹത്തെ ഈ അടുത്ത സമയം നമ്മൾ കാലാപാനി എന്ന ചിത്രത്തിലൊക്കെ അത് വളരെ മനോഹരമായി അദ്ദേഹത്തെ പ്രിയദർശൻ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത സമയത്ത് അദ്ദേഹം വെറും കാല് നക്കിയും ചെരുപ്പ് നക്കിയും ഒക്കെ ആയിട്ട് മാറുന്നൊരു സാഹചര്യം. പിന്നീട് അദ്ദേഹത്തെ 50 വയസ്സോളം അദ്ദേഹം ജയിലിൽ കിടക്കുകയായിരുന്നു, വീട്ടുതടങ്കലിലായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തെ പുറത്തു വിടുന്നത് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തോടു കൂടി. അങ്ങനെ ഒരാളിനെ എങ്ങനെയാണ് ഈ രീതിയിൽ അപമാനിക്കാൻ തോന്നുന്നത്? അതിന് പിന്തുണ കൊടുക്കാൻ ഒരുപാട് ആൾക്കാർ വരുന്നു. അതിന് ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുക്കുന്ന കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് ഇദ്ദേഹത്തിൻ്റെ സ്റ്റാമ്പ് ആദ്യം പുറത്തിറക്കുന്നത്. അതെ. അപ്പോൾ അതിന് ഫോട്ടോസ് അവൈലബിൾ ആണ്. അതെ. അപ്പോൾ ഇതെന്താണ്, ഈ കാലത്തിനനുസരിച്ച് കോലം കിട്ടുകയാണ് ഇവന്മാർ. ആരെയൊക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, ആരെയൊക്കെ പ്രീണിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്ന കോമാളിത്തരങ്ങളാണ് ഇതെല്ലാം എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പം സവർക്കർ ആയാലും ശരി, സവർക്കറെ പലർക്കും ഇഷ്ടമല്ല, സുഭാഷ് ചന്ദ്രബോസിനെ ഇഷ്ടമല്ല, അതുപോലെ നമ്മുടെ പട്ടേലിന് ഇഷ്ടമല്ല. അപ്പം ഇങ്ങനെ ചില ആൾക്കാർക്ക് എന്തിനാണെന്നറിയില്ല. വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള, അതായത് ഈ നാമങ്ങളിൽ നിന്ന് വളരെ ഒരു കോമണാലിറ്റി എന്ന് പറയുന്നത്, ഈ നാമങ്ങളെല്ലാം തന്നെ ഹൈന്ദവ നാമങ്ങളായതുകൊണ്ട്, അല്ലെങ്കിൽ ഹൈന്ദവീയമായിട്ട് ഒരു സമയത്തെ ദേശീയതയിൽ മുഴുവൻ ഹൈന്ദവ ബിംബങ്ങളുണ്ടായിരുന്നു. അതായത് പ്രധാനമായിട്ടും അത്തരം ദേശീയതയിൽ നിന്നാണ്, അത്തരം സ്വത്തുബോധത്തിൽ നിന്നാണ് നമ്മൾ നേരത്തെ തന്നെ സംസാരിച്ചതുപോലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു വളരെ ശക്തമായ ചരിത്രം ഉണ്ടാകുന്നത്. അതാണോ, അതായത് അതിനെ അട്ടിമറിക്കുക, അതിനുശേഷം ഭാരതത്തെ വിഭജനത്തിലേക്ക് നയിച്ച തരത്തിൽ ഉള്ള ഒരു ചിന്താഗതി വീണ്ടും ഉയർത്തിയെടുക്കുക, പ്രീണന ചിന്താഗതി വീണ്ടും ഉയർത്തിയെടുക്കുക, അതൊക്കെ ആയിരിക്കും അതിൻ്റെ പിന്നിൽ ലക്ഷ്യം. ഭാരതത്തിനെ എന്താ പറയുക, അടർത്തി മാറ്റിയതാണ് ഏറ്റവും വലിയ തെറ്റ്. അത് ചെയ്ത കോൺഗ്രസ്സുകാരാണ്. കാര്യം ഒരിക്കലും അത് അഖണ്ഡ ഭാരതം എന്നൊരു സങ്കല്പത്തിൽ നിന്ന് മാറാൻ പാടില്ലായിരുന്നു. അത് ചില ആൾക്കാരുടെ പേഴ്സണൽ താല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ്. വന്ദേമാതരത്തെ വെട്ടിമുറിച്ചതുപോലെ ഭാരതത്തെ വെട്ടിമുറിച്ചു, അതിന് മുമ്പ് വന്ദേമാതരത്തെ വെട്ടിമുറിച്ചു. അതുപോലെ ഓരോ കാര്യങ്ങളെയും ഇപ്പം ഭാരതത്തിനെ വെട്ടിമുറിച്ചു, വീണ്ടും മുറിച്ചു, ഇനി ഒരിക്കലും വെട്ടിമുറിക്കാൻ തയ്യാറായിരുന്നു ഇപ്പോൾ. അപ്പം അതുകൊണ്ട് ഇതെല്ലാം ഒരു കാലഘട്ടത്തിൽ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മളെ സംബന്ധിച്ചോളം ഭാരതത്തിൻ്റെ ഒരു സ്വത്വബോധം, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു വിശാലമായ ഒരു ചിന്ത, അല്ലെങ്കിൽ വിശ്വഗുരു എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ ബഹുമാന്യായ ശ്രീ നരേന്ദ്രമോദിജി വേണ്ടി വന്നു എന്നുള്ളതാണ് കാര്യം. 2014 മുമ്പുള്ള ഭാരതത്തിൻ്റെ അവസ്ഥയാണോ ഇന്ന് ഭാരതത്തിന്? ഇവിടെ പണ്ട് പ്രധാനമന്ത്രിമാർ അമേരിക്കയിൽ പോയിട്ട് പ്രസിഡന്റിനെ കാണാൻ വേണ്ടി അവിടെ മറ്റേ വൈറ്റ് ഹൗസിൻ്റെ നടയിൽ പോയി കുത്തിയിരിക്കും സമയം കിട്ടാൻ വേണ്ടി. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയിൽ ചെന്ന് ഇറങ്ങുമ്പോഴത്തേക്കും പ്രസിഡന്റ് എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴുള്ള അവസ്ഥയാണ്. എന്തുകൊണ്ട്? ഈയിടയ്ക്ക് ശ്രീ രാഹുൽ ഗാന്ധി ഒരു അഭിപ്രായം പറഞ്ഞു, നരേന്ദ്രമോദി കെട്ടിപ്പിടിക്കുന്നു. ഷേക്ക് ഹാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ കൺസെപ്റ്റ് അല്ല, നമ്മുടെ സംസ്കാരം അല്ലത്. നമ്മുടെ സംസ്കാരം തൊഴുക, കൈകൂപ്പുക, അല്ലെങ്കിൽ കൈകൂപ്പി കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കുക എന്ന് പറയുന്നത് അത് ഏറ്റവും, അതായത് ഊഷ്മളമായ ഒരു സ്വീകരണമാണ്. കാര്യം നമ്മളോട് ചേർത്ത് നിർത്തുന്നതാണ്. അതാണ് ഏറ്റവും ഊഷ്മളമായ സ്വീകരണം. അതുപോലെ നമസ്കാരം പറയുക, അല്ലാതെ ഷേക്ക് ഹാൻഡ് എന്ന് പറയുന്നത് സായിപ്പിൻ്റെ ദാനമാണ്. അത് നമ്മളെന്തിനാണ് ചെയ്യുന്നത്? നമ്മൾ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പം നരേന്ദ്രമോദിജിയെ സംബന്ധിച്ചോളം അദ്ദേഹം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അദ്ദേഹം നമസ്കാരം പറഞ്ഞാൽ അദ്ദേഹം ഇറങ്ങുന്നത് കെട്ടിപ്പിടിക്കുകയാണ്. അതുകൊണ്ട് ലോക രാഷ്ട്രങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ ഇന്ന് നരേന്ദ്രമോദിയുടെ വാക്കുകൾക്ക് വേണ്ടി കാതോർക്കുന്നു. അദ്ദേഹം എന്ത് പറയുന്നു എന്നുള്ളതിന് ലോകം മുഴുവൻ നമസ്കാരം പറയുന്നു. ലോകം മുഴുവൻ വസുദൈവ കുടുംബം. വസുദൈവ കുടുംബമാണ് നമ്മുടെ കൺസെപ്റ്റ്. അതിൽ വസുദൈവ കുടുംബത്തിൽ മനുഷ്യന് മാത്രമല്ലല്ലോ, അതിനകത്ത് ജീവജാലങ്ങളുണ്ട്, ജന്തുമൃഗാദികളുണ്ട്, എല്ലാവരും അതിനകത്തില്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഭാരത സങ്കല്പത്തിൽ, നമ്മുടെ ഹൈന്ദവ സങ്കല്പത്തിൽ പറയുന്നത് എന്താ? ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ ഭാരത സമസ്ത സുഖിനോ ഭവന്തു പറഞ്ഞിട്ടില്ലല്ലോ. ലോകത്തിന് തന്ന നന്മ വരണമെന്നാണ് ഭാരതത്തിലെ ആർഷീശ്വരന്മാർ അന്നും എന്നും ആഗ്രഹിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഭാരതത്തിന്റെ സംസ്കാരം.
ഇത്തരത്തിലൊരു സംസ്കാരത്തിൽ നിന്നൊരു അകലം ഇന്ന് ചില കോണുകളിലെങ്കിലും യുവാക്കളെ ആ രീതിയിലേക്ക് നയിക്കുവാൻ, അതായത് ജെൻസി എന്നൊക്കെ പറയുന്നിട്ട് അവിടെ നിന്ന് അകറ്റുവാൻ വേണ്ടിയിട്ടുള്ളൊരു കൃത്യമായ ആസൂത്രിതമായ ശ്രമം നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടായിരുന്നു. അല്ല, അതിന് പിള്ളേരെ ഒന്നും കുറ്റം പറഞ്ഞ കാര്യമില്ല. അല്ല, കുട്ടികളെ ഇങ്ങനെ അകറ്റുവാൻ വേണ്ടി അകറ്റാതിരിക്കാൻ ശ്രമിക്കേണ്ട ആരാ? അതെ, മാതാപിതാക്കളാണ്. നമുക്കൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിനെ നമുക്ക് പിന്തുടരേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമ്മുടെ ഒരു ഹൈന്ദവ ബിംബങ്ങൾ അല്ലെങ്കിൽ പോട്ടെ നമ്മുടെ ക്ഷേത്രങ്ങൾ, നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയി നോക്കൂ, ഏത് ക്ഷേത്രത്തിലാണ് ചെറുപ്പക്കാർ കൊച്ചു പിള്ളേർ വരുന്നത്? എന്തുകൊണ്ടില്ല? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഒരു വീട്ടിലൊരു പൂജാമുറി അല്ലെങ്കിൽ പൂജാസ്ഥാനം ഉണ്ടെങ്കിൽ അവിടെ എന്നും പോയി തൊഴണം. അല്ലെങ്കിൽ അതൊക്കെ നമ്മളെ കൊച്ചിലേ തന്നെ അറിവാവുന്നതിന് മുമ്പേ തുടങ്ങിയാലേ അതൊക്കെ അല്ലെങ്കിൽ ഇവർ കതിരിൽ വളം വയ്ക്കുന്ന പോലെ ആയിപ്പോവും. കുറേ കഴിഞ്ഞാൽ അവർ കേൾക്കത്തില്ല. പക്ഷേ അത് നമുക്ക് ഹിന്ദുക്കൾക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. ബാക്കി ആർക്കും എന്താ പ്രശ്നം? ക്രിസ്ത്യാനി സംബന്ധിച്ചോളം അവർക്ക് സൺഡേ സ്കൂളിൽ കുട്ടികൾ പോകുന്നുണ്ടല്ലോ, അവർക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അതുപോലെ ഇവരുടെ ഇസ്ലാം മതത്തിൽ അവരുടെ ഈ മതം പഠിക്കാൻ മദ്രസകളിൽ പോകുന്നുണ്ടല്ലോ, അവർക്കും പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം. അപ്പം അതുകൊണ്ട് പുതിയ തലമുറയെ ഒരിക്കലും കുറ്റം പറയണ്ട. അവരെ അങ്ങനെ ആക്കിയെടുത്തതാണ്. ആക്കിയെടുത്ത കഴിഞ്ഞ തലമുറയ്ക്കാണ് പ്രശ്നം. ആ തലമുറയാണ് കറക്റ്റ് ചെയ്യേണ്ടത്. അതെ, തീർച്ചയായും. നമ്മുടെ മഹാനായ മന്നത്താചാര്യനെ പോലുള്ള ആൾക്കാർ ക്ഷേത്രങ്ങളിൽ മതപഠനമൊക്കെ കൊണ്ടുവന്നപ്പോൾ പിന്നെ പിൽക്കാലത്ത് അത് ആ സമയമില്ല പിള്ളേർക്കും. ദിവസം കൂടെ പിള്ളേർക്കല്ല സമയമില്ലാത്ത, അവർക്ക് അച്ഛനും അമ്മയ്ക്കും സമയമില്ല. തീർച്ചയായും അത്തരം സാംസ്കാരിക വിരുദ്ധമായ കാര്യങ്ങൾ തീർച്ചയായും ചോദ്യപ്പെടുന്നു. അത്തരം ഒരു സംസ്കാരത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ ജെൻസി പ്രക്ഷോഭമൊക്കെ കൊണ്ടുവന്നിട്ട് അതിനെ അടിച്ചമർത്തുവാൻ അല്ലെങ്കിൽ അതിനെ അട്ടിമറിക്കുവാനൊക്കെ ഉള്ള ശ്രമം നടത്തുന്നത്. അല്ല, അത് എല്ലാ കാലത്തും നമുക്ക് ഈ ചെറുപ്പം എന്ന് പറയുമ്പോൾ ഒരു സമൂഹം വികൃതിയിലേക്ക് നയിക്കുന്ന, മാത്രമല്ല ഈ പരമ്പരാഗത കാര്യങ്ങളെ എതിർക്കുക എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടോ? പരമ്പരാഗതമായിട്ട് എന്തുണ്ടോ അതിനെ ഒന്ന് എതിർക്കണം. അത് ആ ചെറുപ്പത്തിൻ്റെ കാര്യമാണ്. അത് കഴിയുമ്പോൾ മാറിക്കോളും. തീർച്ചയായും സിനിമയും രാഷ്ട്രീയവും സംസ്കാരവും ഒക്കെ ഇഴചേർത്ത് വ്യക്തി ജീവിതത്തിൻ്റെ ഭാഗമാക്കി എന്നും സമൂഹത്തിൽ ഒരു അടയാളപ്പെടുത്തിക്കൊണ്ട് അങ്ങേക്ക് കഴിഞ്ഞു പോകാൻ കഴിയട്ടെ. ഈ ഓണക്കാലം പോലെ എല്ലാ ഓണക്കാലത്തും വളരെ ശക്തമായ അഭിപ്രായങ്ങളുമായിട്ട് സമൂഹത്തിൽ ഇനിയും മുന്നോട്ട് പോകാൻ കഴിയട്ടെ. നമസ്കാരം. നന്ദി. എല്ലാവർക്കും ഭാരത് ലൈവിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.